ഹലോ, മാർക്കറ്റ് സർവേയുടെയും സ്വാച്ച് ഫയലിന്റെയും സെഷന്റെ ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാൻ സാധിക്കും. വ്യത്യസ്ത ഫാബ്രിക്കുകളുടെയും മെറ്റീരിയലുകളുടെയും മാർക്കറ്റ് സ്റ്റഡി എങ്ങനെ നടത്താമെന്ന് വിശദീകരിക്കാനും, ഗാർമെന്റ് ഇൻഡസ്ട്രി നേരിടുന്ന 5 പൊതു പ്രശ്നങ്ങളെക്കുറിച്ച് വിവരിക്കാനും, ഫാഷൻ മാർക്കറ്റ് റിസർച്ചിനെ കുറിച്ച് വിശദീകരിക്കാനും, മാർക്കറ്റ് റിസർച്ച് സർവേകൾക്കായുള്ള 5 സക്സസ് ടിപ്പുകളെക്കുറിച്ച് വിശദീകരിക്കാനും. സ്വാച്ച് ഫയൽ തയ്യാറാക്കാൻ ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും ഇവയാണ്: റെക്കോർഡ് നോട്ട്, സിൽക്ക്, കോട്ടൺ ക്ലോത്ത്, പോളിസ്റ്റർ ബ്ലെൻഡ് ക്ലോത്ത്, പോളിസ്റ്റർ സൽവാർ, സിൽക്ക് സൽവാർ, പോളിസ്റ്റർ ബ്ലെൻഡ് സാരി, സിൽക്ക് സാരി, കോട്ടൺ ഷർട്ട് മെറ്റീരിയൽ, സാറ്റിൻ റിബൺ, പ്ലെയിൻ വീവ് ഫാബ്രിക്, ട്വിൽ വീവ് ഫാബ്രിക്, സാറ്റിൻ വീവ് ഫാബ്രിക്, പ്രിന്റഡ് ഫാബ്രിക്, എംബ്രോയിഡറി ഫാബ്രിക്, സാരി, ബെഡ്ഷീറ്റ്, യൂണിഫോം മെറ്റീരിയൽ. ഇനി ഫാബ്രിക്കിനെ കുറിച്ചുള്ള മാർക്കറ്റ് റിസർച്ച് എങ്ങനെ നടത്താമെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് റിസർച്ച് നടത്താൻ കോട്ടൺ, പോളിസ്റ്റർ ബ്ലെൻഡ്, സിൽക്ക്, പ്രിന്റഡ് ഫാബ്രിക് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഫാബ്രിക്കുകൾ ഉള്ള ഒരു ഷോപ്പ് സന്ദർശിക്കുക. ഡ്രസ് മെറ്റീരിയലുകൾ, സാരി, ഷർട്ട് മെറ്റീരിയലുകൾ, പാന്റുകൾ അല്ലെങ്കിൽ ട്രൗസറുകൾ മുതലായവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫാബ്രിക്കുകളുടെയും സാമ്പിളുകൾ ഷോപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുക. മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ വിൽപ്പനക്കാരിൽ നിന്ന് ചില വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഫാബ്രിക്കിന്റെ പേര്, ഉദാഹരണത്തിന് കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്, അതിന്റെ ഉപയോഗം, അതായത് സൽവാർ മെറ്റീരിയൽ, അതിന്റെ വിലയും മാർക്കറ്റിൽ ഇതിന് എത്രത്തോളം സ്വീകാര്യതയുണ്ട്, ഉദാഹരണത്തിന് മീറ്ററിന് 40 രൂപ. അത് ഡൈഡ്, പ്രിന്റഡ്, പ്ലെയിൻ അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്തതാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക, ഉദാഹരണത്തിന് പ്രിന്റഡ്. ഫാബ്രിക്കിന്റെ കളറുകൾ, ഉദാഹരണത്തിന് ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ ചുവന്ന പൂക്കൾ ബോർഡറുള്ള പ്രിന്റഡ് ഫാബ്രിക്. ഫാബ്രിക്കിന്റെ വീവ് സിമ്പിളും എളുപ്പത്തിൽ തിരിച്ചറിയാവുന്നതുമാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. കണ്ടെത്തിയ എല്ലാ ഫൈൻഡിങ്ങും റെക്കോർഡ് ചെയ്തു വെക്കുക. കുറഞ്ഞത് 5 സെന്റിമീറ്റർ × 5 സെന്റിമീറ്റർ എങ്കിലുമുള്ള ഒരു ചെറിയ സാമ്പിൾ ശേഖരിച്ച് റെക്കോർഡ് ബുക്കിന്റെ ഒരു ഷീറ്റിൽ ഒട്ടിക്കുക. ബുക്കിന്റെ മറ്റൊരു ഷീറ്റിൽ ഒട്ടിച്ച സാമ്പിളിന്റെ ഡീറ്റെയിലുകൾ എഴുതുക. തുടർന്ന് കട്ട് മെറ്റീരിയലുകൾ ശേഖരിക്കാൻ ഷോപ്പുകളും കട്ട് ഫർണിഷിംഗ് മെറ്റീരിയലുകൾ ശേഖരിക്കാൻ അപ്പോളിസ്റ്ററി സ്റ്റിച്ചിംഗ് ഷോപ്പുകളും സന്ദർശിക്കുക. കഴിയുന്നത്ര സാമ്പിളുകൾ ശേഖരിക്കുക. പ്ലെയിൻ, ട്വിൽ, സ്റ്റെയിൻ വീവുകൾ എന്നിവയിൽ നിന്നും കുറഞ്ഞത് 5 സാമ്പിളുകൾ വീതമെങ്കിലും. പ്രിന്റഡ് എംബ്രോയിഡറി ഫാബ്രിക്കുകളിൽ നിന്ന് 5 സാമ്പിളുകൾ വീതവും. ഷർട്ട് മെറ്റീരിയൽ, സാരി, ബെഡ്ഷീറ്റ്, ഡ്രസ് മെറ്റീരിയൽ, യൂണിഫോം മെറ്റീരിയൽ എന്നിവയിൽ നിന്നും 2 സാമ്പിളുകൾ വീതവും. എല്ലാ ഗാർമെന്റ്സ് മാനുഫാക്ചർമാരും ഫേസ് ചെയ്യുന്ന 5 സാധാരണ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ പ്രശ്നങ്ങൾ ഗാർമെന്റ് പ്രൊഡക്ഷൻ പെർഫോമൻസിനെ തടസ്സപ്പെടുത്തുകയും ഡെലിവറികൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നു. ഗാർമെന്റ്സ് ഇൻഡസ്ട്രിയിൽ റോ മെറ്റീരിയൽ അത്യന്താപേക്ഷിതമാണ്. ഗാർമെന്റ് നിർമ്മാതാക്കൾ ലോകമെമ്പാടുമുള്ള റോ മെറ്റീരിയലുകൾക്കായി ധാരാളം സപ്ലയർമാരെ ആശ്രയിക്കുന്നു. ലഭ്യമായ സ്റ്റോക്കിനെക്കുറിച്ചുള്ള കൃത്യമല്ലാത്ത അറിവ്, പ്രൊഡക്ഷൻ ഫേസിലെ കൃത്യമായ ആവശ്യകതയെക്കുറിച്ചുള്ള തെറ്റായ അറിവ്, നാച്ചുറൽ ഡിസാസ്റ്ററുകൾ, ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റി തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ
മാനുഫാക്ചറർമാർക്ക് കൃത്യസമയത്ത് റോ മെറ്റീരിയലുകൾ ലഭിക്കുന്നില്ല. ഇനി അഥവാ അവ ലഭിച്ചില്ലെങ്കിൽ തന്നെ മെറ്റീരിയലുകളുടെ ഗുണനിലവാരം മോശമായിരിക്കും, അല്ലെങ്കിൽ എണ്ണം അപര്യാപ്തമായിരിക്കും. തൽഫലമായി അവർ മെറ്റീരിയൽ സോഴ്സിംഗിലും ഷോർട്ടേജുകളിലും പ്രശ്നങ്ങൾ നേരിടുന്നു. അടുത്തതായി ഗാർമെന്റ് ഇൻഡസ്ട്രി അഭിമുഖീകരിക്കുന്ന 5 പൊതു പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റോക്കും ഓർഡറിന്റെ അളവും ട്രാക്ക് ചെയ്യുന്നതിന് ഇൻവെന്ററിയുടെ വിസിബിലിറ്റിയും നേടുകയും ബിസിനസ് പ്രവർത്തനങ്ങൾ ശരിയായി നടത്തുന്നതിന് സ്റ്റോക്ക് എപ്പോൾ റീഫിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. പല ഗാർമെന്റ് മാനുഫാക്ചറർമാരും ഇപ്പോഴും പ്ലെയിൻ എക്സൽ ഫയലുകൾ ഉപയോഗിച്ചുള്ള കാലഹരണപ്പെട്ട ഇൻവെന്ററി മാനേജ്മെന്റ് രീതിയാണ് പിന്തുടരുന്നത്. അവർ പേനയും പേപ്പറും ഉപയോഗിച്ച് ഐറ്റങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നു, മാനുവൽ പ്രോസസ്സുകൾ ഉപയോഗിക്കുന്നു, ഒരു സ്പ്രെഡ്ഷീറ്റിൽ വിവരങ്ങൾ നൽകി ഇൻവെന്ററി ട്രാക്ക് ചെയ്യുന്നു. ഇക്കാരണത്താൽ അവർക്ക് അവരുടെ ഇൻവെന്ററി മാനേജ്മെന്റ് പ്രോസസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. വിവിധ ഡിജിറ്റൽ മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം. അടുത്തതായി ഗാർമെന്റ് ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ഷൻ ഡിലേകൾക്കായുള്ള 5 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ എററുകൾ, മാൻ പവർ ഷോർട്ടേജ്, സപ്ലൈ ചെയിനിലെ കാര്യക്ഷമതയില്ലായ്മ, സ്ലോ പ്രൊഡക്ഷൻ, ഔട്ട്ഡേറ്റഡ് ആയ മാനുഫാക്ചറിംഗ് പ്രോസസ്സുകൾ ഫോളോ ചെയ്യുന്നതും ട്രാൻസ്പെറൻസിയുടെ അഭാവവും. പ്രോഡക്റ്റിന് ക്വാളിറ്റി അപ്രൂവൽ ലഭിക്കുന്നതിനായി പ്രിപ്പറേഷൻ മുതൽ ഫിനിഷിംഗ് വരെ ഓർഡർ പ്രോസസ്സിംഗിൽ ഗാർമെന്റ് മാനുഫാക്ചേഴ്സ് ഫേസ് ചെയ്യുന്ന വിവിധ വെല്ലുവിളികളുണ്ട്. വെയർഹൌസിൽ കിടക്കുന്ന ഹാഫ് ബേക്ക്ഡ് പ്രോഡക്റ്റുകൾ അടുത്ത ജോബർക്ക് അയക്കുകയോ അല്ലെങ്കിൽ മെറ്റീരിയലുകൾ റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഫോളോ അപ്പ് നടക്കാത്തതും പൊതുവെ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നു. ഗാർമെന്റ് മാനുഫാക്ചറുടെ മറ്റൊരു വലിയ പ്രശ്നമാണ് ഗാർമെന്റിലുണ്ടാകുന്ന ഡിഫക്റ്റുകൾ. പ്രോഡക്റ്റ് ഫിനിഷ് ആയ ശേഷം ലൂസായിരിക്കുന്ന ബട്ടണുകൾ, ഹോളുകൾ, സ്റ്റെയിനുകൾ, ഡിസ്കളറേഷൻ, കൃത്യമല്ലാത്ത ട്രിമ്മിംഗ്, കൃത്യമല്ലാത്ത അയണിംഗ്, ലൂസായ ത്രെഡ് തുടങ്ങിയ നിരവധി ഡിഫക്റ്റുകൾ ഗാർമെന്റിൽ കാണപ്പെടുന്നു. കൃത്യമല്ലാത്ത കമ്മ്യൂണിക്കേഷൻ, കൃത്യമല്ലാത്ത കട്ടിംഗ് അല്ലെങ്കിൽ ട്രിമ്മിംഗ്, ഗാർമെന്റ് പാർട്ടുകൾ ശരിയായി കൈകാര്യം ചെയ്യാത്തത് എന്നിവ മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രൈമറി റിസർച്ച്, സെക്കൻഡറി റിസർച്ച് എന്ന് വിളിക്കപ്പെടുന്ന 2 സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് ചേർന്നതാണ് ഫാഷൻ മാർക്കറ്റ് റിസർച്ച്. ഇൻഫർമേഷന്റെ പ്രൈമറിയും സെക്കൻഡറിയുമായ സോഴ്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ ടാർഗറ്റ് മാർക്കറ്റിന്റെയും അതിന്റെ വിവിധ സെഗ്മെന്റുകളെയും കുറിച്ചുള്ള നിരവധി കീ ഫാക്ടറുകളും നിർണയിക്കുക. ഇതിൽ ഉൾപ്പെടുന്നവ ഫാഷനു വേണ്ടിയുള്ള വാർഷിക ചിലവ്, ഇൻസ്റ്റോറിലും ഓൺലൈനിലുമുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഫ്രീക്വൻസികളുടെ കമ്പാരിസൺ, ചില ബ്രാൻഡുകളുടെ കൂടാതെ അല്ലെങ്കിൽ അപ്പിയറൽ വിഭാഗങ്ങളുടെ വാർഡ്രോബ് ഷെയർ, എവിടെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്ത മാർക്കറ്റ് ബ്രാൻഡിനെ കണ്ടെത്തുന്നത്, ഷോപ്പിംഗ് ട്രിഗറുകൾ, സ്പെൻഡിംഗ് ഫോർകാസ്റ്റുകൾ, മാർക്കറ്റിംഗ് ചാനലുകൾ, പ്രോഡക്റ്റ് ഡൈവേഴ്സിറ്റി, പ്രോഡക്റ്റിനോ ബ്രാൻഡിനോ എത്രത്തോളം ഡിമാൻഡുണ്ട്. ഫാഷൻ ഇൻഡസ്ട്രിക്കായുള്ള പ്രൈമറി റിസർച്ചിനെ കുറിച്ച് വിശദമായി പഠിക്കാം. ഫസ്റ്റ് ഹാൻഡ് സോഴ്സുകളിൽ നിന്ന് ശേഖരിക്കുന്ന യുണീക്ക് ഡാറ്റയെ ഇത് സൂചിപ്പിക്കുന്നു. പ്രൈമറി ഇൻഫർമേഷനുകൾ ശേഖരിക്കുന്നത് കൂടുതൽ ശ്രമകരമാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ബിസിനസിനും കസ്റ്റമർ ബേസിനും പെർട്ടിക്കുലർലി റിലവന്റ് ആയ ഡാറ്റ ശേഖരിക്കാനും. ഫാഷൻ മാർക്കറ്റ് റിസർച്ചിനായുള്ള പ്രൈമറി ഇൻഫർമേഷനുകളുടെ കൂടുതൽ വാല്യുബിൾ ആയ റിസോഴ്സുകൾ ഇവയാണ്. നിലവിൽ ഉള്ളതും വരാനിരിക്കുന്നതുമായ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഓൺലൈൻ സർവേ ടൂളുകളും ഫോണിലൂടെയും നേരിട്ടും മെയിൽ മൂലവും നടത്തുന്ന ഇന്റർവ്യൂകൾ. ഒരു ഫോക്കസ് ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ ഒരു മോഡറേറ്റഡ് ഡിസ്കഷൻ അനുവദിക്കുന്നു. ഫാഷൻ മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ പ്രത്യേകിച്ചും ഉപയോഗപ്രദമായ ആശയങ്ങൾ പങ്കിടാനും ഒരു വിഷയമോ ട്രെൻഡോ ചർച്ച ചെയ്യാനും ഇത് ഗ്രൂപ്പിന് അവസരം നൽകുന്നു. സെഷൻ റിപ്ലേ ടൂളുകൾ വഴി സ്റ്റോറിലും ഓൺലൈനിലും നാച്ചുറൽ ഒബ്സർവേഷനിലൂടെ കസ്റ്റമേഴ്സ് എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരു നാച്ചുറൽ സെറ്റിംഗിൽ
കസ്റ്റമേഴ്സ് എങ്ങനെ പെരുമാറുന്നുവെന്ന് നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും മാർക്കറ്റേഴ്സിനെ ഒരു ഫീൽഡ് റിസർച്ച് അനുവദിക്കുന്നു. പുതിയ ഡിസൈൻ കോൺസെപ്റ്റുകൾ ടെസ്റ്റ് ചെയ്യാൻ യൂസർ ടെസ്റ്റിംഗ് പലപ്പോഴും ഉപയോഗിക്കുന്നു. യൂസർ ടെസ്റ്റിംഗ് കസ്റ്റമർ ഇൻട്രസ്റ്റും ആക്സെപ്റ്റൻസിയും വിലയിരുത്തുന്നു. ഇൻസ്റ്റോർ ഷോപ്പിംഗ് അനുഭവങ്ങളും ഫാഷൻ വെബ്സൈറ്റുകളിൽ വരുത്തിയ മാറ്റങ്ങളും ടെസ്റ്റ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. ഫാഷൻ ഇൻഡസ്ട്രിക്കായുള്ള സെക്കൻഡറി റിസർച്ചിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം. സെക്കൻഡറി റിസർച്ച് നടത്തുന്നത് നിലവിലുള്ളതും പബ്ലിഷ് ചെയ്തതുമായ സോഴ്സുകളിൽ നിന്നുള്ള സോഴ്സിംഗ് ഡാറ്റ ഉപയോഗിച്ചാണ്. കാരണം അവ ഇതിനകം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞതാണ്. തുടർന്ന് അനാലിസിസ് തയ്യാറാക്കാനായി സെക്കൻഡറി ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുക. സെക്കൻഡറി റിസോഴ്സുകളെ അവരുടെ പ്രൈമറി സോഴ്സ് കൗണ്ടർ പാർട്ടുകളോടൊപ്പം പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രോങ് അനാലിസിസും ഉൾപ്പെടുന്നു. ഫാഷൻ ഇൻഡസ്ട്രിക്കായുള്ള സെക്കൻഡറി ഇൻഫർമേഷനുകളുടെ ഗുഡ് റിസോഴ്സുകളിൽ ഇവ ഉൾപ്പെടുന്നു: മാർക്കറ്റ്, ഇൻഡസ്ട്രി റിസർച്ച് റിപ്പോർട്ടുകളും വൈറ്റ് പേപ്പറുകളും, ഫാഷൻ ഇൻഡസ്ട്രി വെബ്സൈറ്റുകൾ, SEO കീവേഡും ട്രെൻഡ് റിസർച്ചും, ഗവൺമെന്റുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ, കോമ്പറ്റീറ്ററുടെ വെബ്സൈറ്റുകളും ആപ്പുകളും മൊബൈൽ സൈറ്റുകളും ഏഡുകളും പോലുള്ള മറ്റു ഡിജിറ്റൽ പ്രോപ്പർട്ടികളും. ഉപസംഹരിക്കുന്നതിനായി മാർക്കറ്റ് റിസർച്ച് സർവേകൾക്കുള്ള 5 സക്സസ് ടിപ്പുകളിതാ. മാർക്കറ്റിംഗ് ചാലഞ്ചുകൾ നിർവചിക്കുക, ശ്രദ്ധാപൂർവം സർവേക്കായുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക, റിസർച്ച് സർവേ ശരിയായ പ്രേക്ഷകരിലേക്ക് വിതരണം ചെയ്യുക, ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ് ഡിസിഷനുകൾ എടുക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് ഒന്ന് നോക്കാം. പുറമേ നിന്ന് വിവരങ്ങൾ കാണുകയും ഫീൽ ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ വ്യത്യസ്ത തരം ഫാബ്രിക്കുകളുടെ ക്യാരക്ടറിസ്റ്റിക്, എൻഡ് യൂസ് എന്നിവ മനസ്സിലാക്കുന്നതിനാണ് മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത്. ഒരു മാർക്കറ്റ് സർവേ നടത്തുമ്പോൾ കണ്ടെത്തിയ എല്ലാ ഫൈൻഡിങ്ങുകളും റെക്കോർഡ് ചെയ്യുകയും ഒരു ചെറിയ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്യുക. റോ മെറ്റീരിയലുകളുടെ പ്രശ്നം, ഇൻവെന്ററി മാനേജ്മെന്റിലുള്ള പ്രശ്നം, ഡിലേ, ഓർഡർ പ്രോസസ്സിംഗിലുള്ള പ്രശ്നം, ഗാർമെന്റ് ഡിഫക്റ്റുകൾ എന്നിവയാണ് ഗാർമെന്റ് ഇൻഡസ്ട്രി നേരിടുന്ന 5 പൊതു പ്രശ്നങ്ങൾ. ഇതോടെ ഈ സെഷന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. മാർക്കറ്റ് സർവേയെയും സ്വച്ഛ് ഫയലിനെയും കുറിച്ചുള്ള പാർട്ട് 1 കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത സെഷനിൽ കാണാം.